വൃത്തികെട്ട മേഖലകളിലൂടെയും താഴ്വരകളിലൂടെയും മേഞ്ഞു നടക്കുന്ന, കറങ്ങി നടക്കുന്ന വർഗമാണ് കവികൾ. തിന്മയെ അവർ മൊഞ്ചാക്കി കാണിക്കും, അക്രമികൾക്ക് അവർ നല്ല വേഷം കെട്ടും, സത്യവിശ്വാസികളായ സജ്ജനങ്ങളെ അവർ പരിഹസിക്കും. അങ്ങനെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെന്നിട്ട് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ സകല മണ്ഡലങ്ങളിലും കറങ്ങി നടക്കുന്ന കവികൾ, മദ്യത്തെയും മദിരാക്ഷിയെയും വർണ്ണിക്കുന്ന കവികൾ, പെണ്ണിന്റെ ചന്തം വിവരിക്കുന്ന കവികൾ, ചിലപ്പോൾ കവിതയുടെ പ്രമേയം ഏതെങ്കിലും തെരുവു പെണ്ണായിരിക്കും. അവളുടെ ശരീരഭംഗി പറഞ്ഞിട്ട് ശ്രോതാക്കളുടെ ലൈംഗിക ആസക്തി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകളായി പല പാട്ടുകളും മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ സദസ്സിനെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഫലിതങ്ങളും തമാശകളും മാത്രം ആലപിക്കുന്ന കവികൾ. ഇത്തരത്തിലുള്ള കവികളും അവരെ ശ്രവിക്കുന്നവരും അവരെ പിന്തുടരുന്നവരും ധാർമ്മികത നഷ്ടപ്പെട്ട മനുഷ്യരാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ. നിയന്ത്രണമില്ലാതെ കവിതയാലപിക്കുന്ന കവികൾ, പാട്ട് പാടുന്ന ഗായകന്മാർ, അവരുടെ പോക്ക് അരുതാത്ത മേഖലയിലേക്ക് അവർ കടന്നു ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് നബിയെ, അവരും അവരെ പിൻപറ്റുന്നവരും പിഴച്ചുപോയവരാകുന്നു. വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. ഇനി പിഴച്ച കലാകാരന്മാർ, കവികൾ, ഗായകന്മാർ വല്ലപ്പോഴും ഒരു നല്ലത് പറയുകയാണെങ്കിലോ, വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തതും അവർ ഉൾക്കൊള്ളാത്തതും മാത്രം അവർ പറയാ. ശരിയല്ലേ? കവികൾ നല്ല സന്ദേശം തരും, വേണ്ട. വർത്തമാന കാലത്തെ ഒരു വലിയ മാധ്യമമായി സിനിമ മാറി അല്ലേ? ഇപ്പോ സിനിമാ ഹാളൊക്കെ ഈ വർഷം ഞാൻ 2 കല്യാണങ്ങൾക്ക് പങ്കെടുത്തു. ഒന്ന് മലപ്പുറം ജില്ലയിലും ഒന്ന് വയനാട് ജില്ലയിലും. ആ 2 കല്യാണത്തിനും പങ്കെടുത്ത ഓഡിറ്റോറിയം പഴയ സിനിമകളായിരുന്നു. സിനിമകളൊക്കെ ഓഡിറ്റോറിയമായി മാറി. അതെന്താ, സമൂഹം സിനിമ കാണൽ നിർത്തിയതുകൊണ്ടാ? അല്ല, എല്ലാവരും വീട്ടിൽ അടുക്കള സിനിമകളായി മാറി. ഹോം തിയേറ്റർ സിസ്റ്റം അടക്കം എല്ലാ എഫക്റ്റോടുകൂടെയും വീട്ടിലെ അടുക്കളയിൽ ഇരുന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും മരുമോൾക്കും ഇരുന്നിട്ട് കാണാം. ഈ സൗകര്യം വീട്ടിലെത്തിയപ്പോൾ സിനിമാ ഹാൾ അതിന്റെ ഓണേഴ്സൊക്കെ അത് പൂട്ടിയിട്ട് കല്യാണം നടത്താനുള്ള കല്യാണ മണ്ഡപങ്ങളാക്കി സിനിമാളുകൾ മാറ്റി. ഈ വർഷം 2 സിനിമ കാരണം അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറഞ്ഞതാണ് ഈ സംഭവം. അപ്പോ സിനിമ എന്ന് പറയുന്നത് ഇക്കാലത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന വലിയ ഒരു മാധ്യമമാണ്. വർത്തമാനകാലത്തെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച നടത്തി. ഭൂരിഭാഗം പണ്ഡിതന്മാരും നമ്മുടെ പഴയ കാലത്തെ ആലിമീങ്ങളൊക്കെ സിനിമാ സംവിധാനം തന്നെ ഹറാമാണെന്ന് പറഞ്ഞവരാണ്. എന്നാ ആധുനിക പണ്ഡിതന്മാരിൽ യൂസുഫുൽ ഖർദാവി അടക്കമുള്ള ചില വേൾഡ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് സിനിമ 2 തരമുണ്ട്, നല്ല സിനിമയുണ്ട്, ചീത്ത സിനിമയുണ്ട്. സിനിമ നല്ലതുണ്ട്, നല്ലത് കാണാൻ പോകാം, നമുക്ക് അഭിപ്രായം ഇല്ല. അങ്ങനെ ഹലാലായി ഹലാലിന്റെ പരിവേഷം നൽകിയിട്ട് അതിൽ നന്മ ഉണ്ടെങ്കിൽ തന്നെ നന്മയുടെ അളവിലേറെ തിന്മ. സീരിയൽ നിത്യമായി കാണൽ ശീലിച്ച ഒരു കൊച്ചുകുട്ടി തന്റെ കൂടപ്പിറപ്പിനെ അതിലെങ്ങനെയാണ് മരണം നടത്തുന്നത്, ആത്മഹത്യ ചെയ്യുന്നതെന്ന് നോക്കി പഠിപ്പിച്ചിട്ട് സഹോദരനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ച സംഭവം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ തൂങ്ങി മരിക്കുക കുട്ടിക്കറിയാം. ഒരു കൊച്ചുകുട്ടി 7 വയസ്സായ കുട്ടി എന്നോട് പറയുന്നുണ്ട്, വാപ്പച്ചി ഞാൻ പറഞ്ഞ സാധനം മേടിച്ചെന്നില്ലെങ്കിൽ ഞാൻ കൊണ്ട് മരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടിയെ നീ എങ്ങനെ മരിക്കുക? കയറിട്ടിട്ട് മരിക്കും. എവിടുന്നേ നീ അത് കണ്ടത്? ഞാൻ TV-ന്ന് കണ്ടിട്ടുണ്ട്. 7 വയസ്സായ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പൊ നന്മ ഉണ്ടെങ്കിൽ തന്നെ ആ നന്മയെ കവച്ചു വെക്കുന്ന മദ്യത്തിലുണ്ടല്ലോ നഫ്ഉണ്ട്, അതിൽ ഉപകാരം ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എന്നാ പിന്നെ ആ ഉപകാരത്തിന്റെ ഭാഗം മാത്രം എടുത്തിട്ട് ഉപദ്രവം മാറ്റിച്ച് കുറച്ച് കുടിക്കുക, അതിന്റെ സുഖം അനുഭവിക്കുക, തെറി പറയാൻ തോന്നിയാൽ തെറി പറയാതിരിക്കുക. അങ്ങനെ നന്മയുടെ വശെടുക്കാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതും പറ്റൂലേ എന്നൊരു ചോദ്യം. ഖുർആനിന്റെ നസ്സാണ് സദ്ദൽ ബാബ്. മദ്യത്തിന്റെ മദിരാക്ഷിയുടെ ആ മേഖലയെ തന്നെ ഖുർആൻ കുട്ടി അടച്ചിട്ടുണ്ട്. സംഗീതം അങ്ങനെയല്ല, ഗാനം അങ്ങനെയല്ല, സാഹിത്യം അങ്ങനെയല്ല. നെല്ലും പതിരും വേർതിരിച്ചെടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സിനിമ ചിലപ്പോൾ നല്ല സന്ദേശമായിരിക്കും തരുന്നത്. കെട്ടുറപ്പുള്ള ദാമ്പത്യം, നല്ല കുടുംബ ജീവിതം എന്നൊക്കെ നല്ല പാഠം തരുന്ന സിനിമയായിരിക്കും. പക്ഷേ ഇപ്പൊ അടുത്തൊരു ചങ്ങാതി പറഞ്ഞു, ഒരു കുടുംബ സിനിമ കണ്ടു, അതങ്ങോട്ട് കണ്ടു നോക്കിയപ്പോൾ ഒരു 10 കുടുംബ ക്ലാസ് ഉസ്താദ് എടുക്കണ ഇതേറെ എഫക്റ്റ് ചെയ്തു അതങ്ങോട്ട് കണ്ടിട്ട്.
അങ്ങനത്തെ സിനിമ. ഭാര്യനൊന്നും തല്ലാനെന്ന് മാത്രമല്ല, അവളെ തെറി പറയാൻ പോലും തോന്നാത്ത സന്ദേശം തരുന്ന സിനിമ കണ്ടു. അപ്പോ ആലോചിക്കേണ്ട എന്താ, ഇങ്ങനെ ഒരു സംഭവം നല്ല പ്രമേയം അവർ തരുന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ പറയാ ഖുർആനില്, വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. അവർ ഉൾക്കൊള്ളാത്തത്, അവർക്ക് പാലിക്കാനാകാത്തത്, അവർ ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു തരാനാകാത്തതാണ് അവർ പറയുന്നത്. ഇവിടെ കാണുന്ന നല്ല വേഷം കെട്ടിയ, നല്ല സന്ദേശം തരാൻ, പ്രേക്ഷകരെ നന്നാക്കാൻ വേണ്ടി വേഷം കെട്ടിയ ഏത് നടിയാണ്, ഏത് നടനാണ് നല്ല ദാമ്പത്യം നയിക്കുന്നത്, നല്ല കുടുംബജീവിതം നയിക്കുന്നത്? നടിയുടെ കല്യാണം പത്രങ്ങളിൽ ഒലക്കമുക്കി രേഖപ്പെടുത്തിയ വാർത്ത. വലിയ നടിയുടെ കല്യാണം ആഘോഷമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നടിയുടെ കല്യാണം പത്രത്തിൽ വാർത്ത തന്നെ. കല്യാണം കഴിഞ്ഞ പിറ്റേന്നാൾ ഡൈവോഴ്സിന്റെ വാർത്ത. അതൊക്കെ നമ്മൾ വായിക്കുന്നതല്ലേ? അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിട്ട് വേർപിരിയാൻ വേണ്ടി കുടുംബ കോടതികളെ സമീപിക്കുന്ന നടീനടന്മാരുടെ വാർത്ത നമ്മൾ എത്ര വായിച്ചു? അപ്പോ അവർക്ക് അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നിലകൊള്ളാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല. ആത്മാർത്ഥതയോടുകൂടെയുള്ള നന്മയിലേക്കുള്ള നയിക്കലും ക്ഷണവുമല്ല അത്. വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. ഇത്തരത്തിലുള്ള കലാകാരന്മാരെ, കവികളെ അള്ളാഹുവിന്റെ റസൂൽ പേരിട്ട് വിളിച്ചത് ശൈത്വാൻ എന്നാണ്. നമ്മൾ അതും വേണമല്ലോ അറിയാം. ശൈത്വാൻ എന്നാണ് പേരിട്ട് വിളിച്ചത്. ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു ബൈനമാ നസീറു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടുകൂടെ നടന്നു പോകുമ്പോൾ ഇദ് അറള ശാഇറുൻ യൻശുദു, ഒരു വൃത്തികെട്ട കവി എന്ന് വെച്ചാൽ പെണ്ണിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന, മദ്യത്തെ വർണ്ണിക്കുന്ന, പുകഴ്ത്തിപ്പാടുന്ന ഒരു കവി വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. നബിയും ഞങ്ങളും ആ കവിയെ കണ്ടു. യൻശുദു, അപ്പോഴും ആ കവി അശ്ലീലങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കാൻ. ഇത് കണ്ടപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദി ശൈത്വാൻ ഔ അംസികു ശൈത്വാൻ. മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ആ ശൈത്വാനെ, ആ ചെകുത്താൻ അങ്ങോട്ട് പിടിക്കൂ സഹാബത്തെ. അവൻ സമൂഹത്തെ തെറ്റിക്കുന്ന മനുഷ്യ പിശാചാൻ, പിടിക്കൂ അവനെ. എന്നിട്ട് സ്വഹാബത്തിനോട് പറയാൻ, അശ്ലീലങ്ങൾ കലർന്ന വൃത്തികെട്ട ഗാനങ്ങളും കവിതകളും ആലപിക്കുകയും ഗ്രഹിക്കുകയും അത് വയറ്റിൽ നിറക്കുകയും ചെയ്യുന്ന ആളുകൾ അറിയുക, നിങ്ങളുടെ വയറ് മുഴുവൻ ചലം, ചീഞ്ഞ ചലം കുടിച്ച് നിങ്ങൾ വയറ് നിറക്കൽ. കൈഹേ, ചീഞ്ചലം കുടിച്ച് നിങ്ങൾ വയറ് നിറക്കൽ. ഖൈറുൽ ലഹു മിൻ അൻ യംതലി അശ്ശിറാ, മോശപ്പെട്ട ഗാനങ്ങൾ പഠിക്കുന്നതിലേറെ, ആലപിക്കുന്നതിലേറെ, ശ്രവിക്കുന്നതിലേറെ, അത് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നതിലേറെ നിങ്ങൾക്ക് നല്ലത് ആദ്യം പറഞ്ഞ പണിയാണ് വയറ് നിറച്ച് ചലം കുടിക്കുക. എന്നാ പിന്നെ നജസ് അങ്ങോട്ട് മൂത്രിച്ചും കാഷ്ടിച്ചും പോകുമ്പോ അങ്ങോട്ട് പൊക്കോളും, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. ഇതുകൊണ്ട് വയറ് നിറയ്ക്കൽ നരകപ്രവേശനത്തിന് മതിയായ കാരണമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കണം. ഈ വചനം അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇപ്പൊ കവികളെ ഒന്നായിട്ട് അടച്ചാക്ഷേപിച്ചിരിക്കാം. അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. ഈ വചനങ്ങൾ ഇറങ്ങിയപ്പോ ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ഈ വചനങ്ങൾ ഇറങ്ങിയപ്പോ ജാഅ ഹസ്സാൻ ഇബ്നു സാബിത്തിൻ വഅബ്ദുല്ലാഹി ഇബ്നു റവാഹ വകഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര ഖുർആനിൽ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോ പ്രവാചകരുടെ കവികളായിരുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വിശ്വപ്രസിദ്ധ കവികളായിരുന്ന
ഹസ്സാൻ ഇബ്നു സാബിത്ത്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ഈ 3 കവികൾ തിരുനബിയുടെ മുന്നിലേക്ക് ഓടി വന്നിട്ട് വഹും യബ്കൂൻ, അവർ പൊട്ടിക്കരയുകയാണ്. കവികളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വചനമിറങ്ങിയപ്പോ ഈ 3 കവികൾ നബിയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഫഖാലു യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, ഖദ് അലിമല്ലാഹു ഹീന അൻസല ഹാദിഹിൽ ആയ അന്നാ ശുഅറാ. നബിയേ, അല്ലാഹു ഈ വചനങ്ങൾ ഇറക്കിയപ്പോ ഈ വചനങ്ങൾ അങ്ങേക്ക് ഇറക്കി തന്നപ്പോ ഖദ് അലിമല്ലാഹു ഹീന അൻസല ഹാദിഹിൽ ആയ, ഈ വചനങ്ങൾ അങ്ങേക്ക് അല്ലാഹു ഇറക്കി തന്നപ്പോ അല്ലാഹുവിനറിയാമല്ലോ അന്നാ ശുഅറാ, ഞങ്ങൾ കവികളാണെന്ന വസ്തുത റബ്ബിനറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ലക്ഷ്യം വെച്ച് ഞങ്ങളെ തിരുത്താൻ വേണ്ടി അവതീർണമായ വചനങ്ങളാണല്ലോ നബിയെ ഈ കേട്ടത് എന്നു പറഞ്ഞ് ഈ 3 സഹാബിമാർ പൊട്ടിക്കരയുകയാണ്. പടച്ചോനെ, കവികളും കവികളെ പിന്തുടർന്നവരൊക്കെ പിഴച്ചുപോയി എന്ന് അല്ലാഹ് പറഞ്ഞത് ഞങ്ങളറിയാതെ പറഞ്ഞതല്ലല്ലോ നബിയേ എന്നും പറഞ്ഞിട്ട് ഈ 3 സഹാബി വര്യന്മാർ കരയുന്നു. വഹും യബ്കൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു ഫതലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഇവരുടെ സംശയം മാറ്റിക്കൊടുത്തത് ആയത്തിലൂടെ തന്നെ. നിങ്ങൾ ആയത്ത് കുറച്ച് പഠിച്ചാൽ പോരാ, ഇത്ര കേട്ടത് മാത്രമല്ലല്ലോ എനിക്ക് ഇറങ്ങിക്കിട്ടിയത്, തുടർന്നുള്ള ഭാഗം കൂടി ഒന്ന് വായിക്കൂ. ഫതലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, കരഞ്ഞ് സങ്കടത്തോടെ മുന്നിൽ വന്ന ഈ 3 കവികളായ സ്വഹാബത്തിന് നബി ഓതി കേൾപ്പിച്ചു കൊടുത്തു. തുടർന്നുള്ള ഭാഗം ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വദക്കറുല്ലാഹ കസീറാ. കവികളും അവരെ പിന്തുടർന്നവരും പഴച്ചു. നബിയെ അങ്ങ് കാണുന്നില്ല, എല്ലാ മേഖലയിലും അവർ ടച്ച് ചെയ്ത് എല്ലാ മേഖലയിലേക്കും അവർ കടന്നു ചെല്ലുന്നുണ്ട്. അവർ നല്ലത് വല്ലതും പറയുകയാണെങ്കിൽ അവർ സ്വന്തം പ്രവർത്തിക്കുന്നില്ല. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ഈമാനുള്ള കവികളൊഴികെ, അമലുസ്സാലിഹാത്ത് ഉള്ള കവികളൊഴികെ, വദക്കറുല്ലാഹ കസീറാ, സിക്റുള്ള കവികളൊഴികെ. ഈമാനും അമലുസ്സാലിഹാത്തും സിക്റുമുള്ള കവികൾ ഒഴിച്ച് ഈ വസ്തുത പറഞ്ഞിട്ട് അല്ലാഹ് ഇല്ലൽ തുടനെ തന്നെ പറയാണ്, ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, അവർ സ്വാലിഹായ അമലാണ് കവിതയിലൂടെ അവർ കൊണ്ടുവരുന്നത്, സുഹൃതമാണ് മുഴുവൻ കവിതയും സ്വാലിഹായ അമലുകളാണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഖുർആൻ തന്നെ അവിടെ വേർതിരിച്ചു പറഞ്ഞു തരികയാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 200 കവികൾ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ആ 200 കവികളുടെ നേതാക്കന്മാരാണ് ഇവർ. ആരൊക്കെ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻ, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ തുടങ്ങിയവർ ഈ കവികളുടെ നേതാക്കന്മാരായിരുന്നു. അള്ളാഹുവിനെ, പ്രവാചകനെ, സജ്ജനങ്ങളെ പുകഴ്ത്തുന്ന, അവരുടെ ജീവിത ചരിത്രം വ്യക്തമാക്കുന്ന, വിവരിക്കുന്ന, അവരുടെ ജീവിതത്തിലേക്ക് മാനവരെ കൊണ്ടുപോകുന്ന, പാട്ടുപാടുന്നവർ, കവിത പറയുന്നവർ, പ്രസംഗിക്കുന്നവർ, അവരൊക്കെ ചെയ്യുന്നത് നല്ല പ്രവർത്തനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇന്ന മിനശ്ശിഅരി ലഹിക്മ, ബുഖാരി, നിശ്ചയം ഗാനത്തിൽ അല്ലെങ്കിൽ കവിതയിൽ തത്വജ്ഞാനമുണ്ട്. ചില ഗാനങ്ങൾ, ചില കവിതകൾ കേട്ടാൽ അതിലൂടെ ഹിക്മത്തുണ്ട്, അതിലൂടെ തത്വജ്ഞാനമുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അബിയാത്ത് ശഇരിയ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ കാണാം. ഹദീസ് ഗ്രന്ഥങ്ങളിലെ കവിതകൾ ഒരു ഭാഗത്ത് അത് മാത്രം വെറും കവിത ഹദീസ് ഗ്രന്ഥങ്ങൾ അത് വേറിട്ട് തന്നെ ഇന്ന് പുതിയ സോഫ്റ്റ്വെയർ ഇറക്കിയപ്പോൾ, സൗദി മന്ത്രാലയം ഇറക്കിയ സോഫ്റ്റ്വെയറിൽ അബിയാത്ത് ശൈരിയ, ഹദീസിൽ വന്ന കവിതകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് വെറും കവിതകൾ മാത്രമാണ് പറയുന്നത്. ഒരുപാട് കവിതകൾ സ്വഹാബത്തിന്റെ, പ്രവാചകന്റെ, ആയിഷാ ബീവിയൊക്കെ എത്ര സുന്ദരമായ കവിതകളാണ്, എത്ര നല്ല ആശയങ്ങളാണ് മാനവർക്ക്, സത്യവിശ്വാസികൾക്ക് നൽകി.